നിങ്ങളുടെ വീട്ടിൽ വെച്ച് കരുണയ്ക്ക് ഇയാൾ ഒരുപാട് വെച്ചോളമ്പി തന്നു കാണും. എന്നാ ഇനി എന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്റെ ഭാര്യ വീട്ടുകാര്യങ്ങളും മറ്റു ജോലികളൊക്കെ ചെയ്താൽ മതി. വന്നെത്തിയില്ല. അതിനു മുമ്പ് ഉടുത്തൊരുങ്ങി കണ്ണനോടൊപ്പം പോണോന്ന് നിനക്ക് ഇത്ര നിർബന്ധമാണല്ലേ? അങ്ങനെ ഒരു നിർബന്ധം ഇയാൾക്കില്ല. ഞാനിതേപ്പറ്റി പറഞ്ഞപ്പോ ഇയാൾ എതിർക്കുക ചെയ്തേ. എന്നാ ഈ വീടിനകത്ത് എന്റെ ഭാര്യയ്ക്ക് കൂട്ടായി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇതുപോലെ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. വീടിനകത്തുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു ജോലിക്കാരി ഉണ്ടല്ലോ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലാതെ എന്റെ ഭാര്യ ഇവിടുത്തെ സെർവന്റ് ആക്കാന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ പോ മഹി. ആ പിന്നെ ഞാൻ എന്റെ സഹധർമ്മിണിയും കൊണ്ട് പോവുകയാണ്. വൈകുന്നേരം ഒരുമിച്ച് വരൂ. ആ സമയത്ത് അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി മരുമകൾക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാ അത് ചോദിച്ച് മനസ്സിലാക്കി കരുണയ്ക്ക് വേണ്ടത് തയ്യാറാക്കി കൊടുക്കുക. ഇനി മുതൽ അതായിരിക്കും ഈ വീട്ടിലെ രീതി. പോ. കുഞ്ഞേട്ടോ, എന്താ ഇതൊക്കെ? എന്റെ മോളെ, നീ ഒന്ന് ക്ഷമിക്ക്. അവളവന്റെ ഭാര്യയല്ലേ, അപ്പൊ പിന്നെ അവൻ പറയുന്നതല്ലേ അവള് ചെയ്യൂ. നമുക്കും അത് വേണ്ടാന്ന് പറയാൻ ചില പരിമിതികളില്ലേ? എന്റെ മുഖത്തടിക്കുന്നതിന് പകരം അതിനേക്കാളും വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാ ഉണ്ണിയേട്ടന്റെ ഏട്ടൻ ചെയ്യുന്നത്. ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ, എങ്ങനെങ്കിലും നീ പോയി അവളെ ഒന്ന് സമാധാനിപ്പിക്കടാ. ദേ 100-150 പവനും കൊണ്ടുവന്ന പെങ്കൊച്ചാ. ഇനി അവളുടെ മുമ്പിൽ ചെല്ലാതിരിക്കുന്ന നല്ലത്. ദേ, ഈ വീട്ടിൽ നമുക്ക് ഒരു സ്ഥാനവും ഇല്ലാന്ന് ഇപ്പൊ ഏതാണ്ട് ഏടത്തേക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണി, ആ തോന്നൽ എങ്ങനെയെങ്കിലും മാറ്റണം. അല്ലെങ്കിൽ ആ പെണ്ണെ എല്ലാം ഇട്ടെറിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. അങ്ങനെ പോയാൽ അതവൾക്ക് നഷ്ടമല്ലേ അമ്മേ? എന്നാലും ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്ന് കരുതിയവന് ഒരു കുടുംബം ഉണ്ടായല്ലോ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്റെ മോനെ, നിനക്കും എനിക്ക് മനസമാധാനം കിട്ടാനും നമ്മുടെ കുഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്, ഈ വഴിപാടൊക്കെ കഴിപ്പിച്ചതും. അതുപോലെ തന്നെ മറ്റവള് മുടിയാനും. അവളും അവനും തമ്മിലുള്ള ബന്ധം പിരിയാൻ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ മടങ്ങി വന്നപ്പോ നിന്റെ മുഖം എന്താ അമാവാസി പോലെ കറുത്തിരിക്കുന്നേ? ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല വാർത്തയൊന്നും അല്ല അമ്മേ കേൾക്കുന്നേ. ഒരുത്തി പോയിരിക്കുക ഒരു തന്നെ പിന്നാലെ. അന്ന് രാത്രി അവളെ കാണാൻ വന്നവന്റെ കൂടെ അവള് പോയോ? എടാ, മഹാലക്ഷ്മി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയോന്ന്? കാമുകനോടൊപ്പം അല്ല, അവൾ അവളുടെ ഭർത്താവിന്റെ പിന്നാലെ പോയെന്ന്. പിന്നാലെ പോകാൻ അവന് നടക്കാൻ പറ്റത്തില്ലല്ലോ. അവളെന്താ വീൽ ചെയറിന്റെ പിന്നാലെ പോയോ? ആ പോയി. എന്തിന്? അമ്മയെ അവനല്ലേ കമലേശ്വരം ഫൈനാൻസിയേഴ്സും കമലേശ്വരം ട്രേഡേഴ്സും അങ്ങനെ അവരുടെ സകല ബിസിനസ് സ്ഥാപനങ്ങളും ഭരിക്കുന്നേ. അവന്റെ സഹായിയായിട്ടാ പോയിരിക്കുന്നേ, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.